കാഞ്ഞങ്ങാട്ടെ ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗ്യാലറിയിൽ വീണ്ടും പ്രദർശനവുമായി എത്തി ചീമേനി ചെമ്പ്രകാനത്തെ ചിത്രശില്പകലാ അക്കാദമി. പി ആദർശിന്റെ ചിത്രങ്ങളും ശില്പങ്ങളുമാണ് ഇത്തവണ ഇവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. കളറിംഗ് ഫ്യൂഷൻ എന്ന പേരിലാണ് പി ആദർശിന്റെ ചിത്രങ്ങളും ശില്പങ്ങളും ചെമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമി കേരള ലളിതകലാ അക്കാദമിയുടെ കാഞ്ഞങ്ങാട്ടെ ആർട്ട് ഗ്യാലറിയിൽ പ്രദർശനത്തിന് ഒരുക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ ലയൺസ് റീജിയണൽ ചെയർപേഴ്സൺ KN ശ്രീകണ്ഠൻ നായർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ചിത്രകലയും ശില്പകലയും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തെളിവുകളാണ് ഗുഹാചിത്രങ്ങൾ. നമ്മുടെ അജന്ത എല്ലാവരും എടക്കല്ലിൽ പോയാൽ മതി. ഇന്നും തിരിച്ചറിയപ്പെടാത്ത, ഇന്നും വായിച്ചറിയപ്പെടാത്ത, ഇന്നും മനസ്സിലാകാനാവാത്ത ചിത്രങ്ങളും ശില്പങ്ങളും ചിത്രരൂപങ്ങളും കൊത്തുപണികളും രൂപങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും, എടക്കൽ ഗുഹയിൽ കാണാൻ പറ്റും. അപ്പോ ഭാഷ ഉരുത്തിരിയുന്നതിന് മുമ്പേ തന്നെ ചിത്രരൂപങ്ങൾ കല ഇവിടെ ഉരുത്തിരിയുന്നത്. അത് വെറും ഒരു വിനോദത്തിന് വേണ്ടി മാത്രമല്ല, ഒരു വിനോദത്തിന്റെ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് കാണാൻ പറ്റൂല. അത് കല എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യന്റെ ആത്മപ്രകാശനത്തിന്റെ സൂചകമാണ് എന്ന് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ അധ്യക്ഷനായി. തിരക്കഥാകൃത്ത് T ജയചന്ദ്രൻ തിരുവനന്തപുരം, കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ ചന്ദ്രൻ മാസ്റ്റർ, പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. സന്തോഷ് കൃഷ്ണൻ സ്വാഗതവും പി ആദർശ് നന്ദിയും പറഞ്ഞു. 30ഓളം ചിത്രങ്ങളും ശില്പങ്ങളുമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നീലവസന്തം, സ്വർഗഭൂമി, പൗർണമി, കാലത്തിൻ്റെ യാത്രകൾ, ജീവിതം, വാസ്കോഡിഗാമയിലൂടെ, എൻ ഹൃദയത്തിലെ പൂവ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ചിത്രങ്ങൾ. ഓയിൽ കളർ, ആക്രിലിക് കളർ, വാട്ടർ കളർ, ടെറാക്കോട്ട തുടങ്ങിയ മാധ്യമങ്ങളിലുള്ളതാണ് രചനകൾ. റിയലിസ്റ്റിക് പെയിൻറ്റിംഗ്, കണ്ടംപററി പെയിൻറ്റിംഗ്, ക്യൂബിസം തുടങ്ങിയ വിവിധ രീതികളിലാണ് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. ചെമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമിയിലെ 2ാം വർഷ KGCE ഫൈൻ ആർട്സ് ആൻഡ് ആനിമേഷൻ വിദ്യാർത്ഥിയായ പി ആദർശ് ചിത്രകലയിൽ പുതിയ ആവിഷ്കാര രീതി കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ പ്രദർശനം ജൂൺ 26-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.